നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതായത് ഇതാ വരുന്നു മെസ്സി, മെസ്സി ഇതാ ഇപ്പോൾ എത്തും. നമ്മൾ മിഥുനം സിനിമയിൽ കണ്ടിട്ടുണ്ട്. നെടുമുടി വേണു തേങ്ങ ഉടയ്ക്കുന്നൊരു സീന്. ഇതാ ഉടയ്ക്കുന്നു, തല ഇപ്പോൾ പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞതുപോലെ ജഗതി പിന്നാലെ നടന്ന് ഉടക്കി സ്വാമി. അവസാനം ജഗതി തന്നെ ആ തേങ്ങ വാങ്ങിച്ച് ഉടയ്ക്കുന്ന രംഗം ഇപ്പോഴും നമ്മൾ ടി വിയിൽ കണ്ടാൽ നമുക്ക് നല്ല രീതിയിൽ ചിരി വരുന്ന രംഗമാണ്. അതേപോലെയായിരുന്നു നമ്മുടെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. കായിക വകുപ്പ് എന്നൊരു പേരേ ഉള്ളൂ. അബ്ദുറഹ്മാൻ വലിയ കാര്യമായ പണിയൊന്നുമില്ല. പലപ്പോഴും നമ്മുടെ കായിക താരങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ മത്സരിക്കാൻ പോകുമ്പോൾ ഒരു റെയിൽവേ ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്ലീപ്പർ കോച്ചിലെ ടിക്കറ്റ് പോലും എടുത്തു കൊടുക്കാൻ ഇത്തരം വകുപ്പിനോ മന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മുൻകാല അനുഭവങ്ങൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ളൊരു മന്ത്രിയും കായിക വകുപ്പുമാണ് മെസ്സിയെ, നമ്മുടെയൊക്കെ ആരാധനാ പുരുഷനായ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സ്നേഹം അത്രത്തോളം പിടിച്ചു പറ്റുന്ന നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം മെസ്സിയെ കേരളത്തിൽ എത്തിച്ച് മെസ്സിയുടെ ടീമും മറ്റൊരു ലോകോത്തര ടീമും തമ്മിൽ ഒരു മത്സരം. നേരത്തെ തന്നെ മെസ്സി വരുമോ അല്ലെങ്കിൽ മെസ്സി എത്തുമോ, മെസ്സി പറ്റിക്കുമോ? നേരത്തെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിൽ മോഹൻലാൽ വരുമോ എന്ന് ജഗതി ചോദിക്കുന്നുണ്ട്. അതേപോലെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്ന ആളുകൾക്ക് മുന്നിൽ മെസ്സി വരില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് വി അബ്ദുറഹ്മാൻ. നേരത്തെ മെസ്സി വരില്ല എന്ന കാര്യത്തിൽ ചില തർക്കങ്ങളും വാദങ്ങളൊക്കെ തുടർന്നിരുന്നു. പക്ഷേ അന്ന് മെസ്സി വരുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു വി അബ്ദുറഹ്മാൻ. മാത്രമല്ല, നമ്മുടെ മരംമുറി ചാനൽ എന്ന് പറയുന്ന റിപ്പോർട്ടർ ടി വി മുതലാളിമാർ കൃത്യമായി ഞങ്ങൾ ഈ മെസ്സിയെ ഇവിടെ എത്തിക്കാൻ പണം നൽകും, ഫണ്ടില്ലാത്തതിൻ്റെ പേരിൽ മെസ്സി വരാതിരിക്കില്ല, അതുമായി ബന്ധപ്പെട്ട സ്പോൺസർമാരുമായി ചർച്ച നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ വലിയ കയ്യടിയായിരുന്നു, വലിയ ബിഗ് ബ്രേക്കിംഗ് ആയിരുന്നു റിപ്പോർട്ടർ ടി വിയിലെ മരമുറി ടീമിന് ലഭിച്ചത്. എന്തായാലും അവർക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായി. ആരും അറിയാതെ ആദിവാസികളുടെ ആധാർ കാർഡ് കൊണ്ടുപോയി അവരറിയാതെ അവരുടെ വളപ്പിൽ നിന്നും മരം മുറിച്ച് കടത്തുന്നത് പോലെ അത്ര എളുപ്പമല്ല അർജന്റീനിയൻ താരം മെസ്സിയെ ഇവിടെ എത്തിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ റിപ്പോർട്ടർ ടി വി ഉടമസ്ഥർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എന്തായാലും മെസ്സി വരാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ഞാൻ നേരത്തെ ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് കൃത്യമായും മലപ്പുറം ജില്ലയിലടക്കം വലിയ പ്രതിഷേധം ഇതിനെതിരെ നേരത്തെ ഉയർന്നിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു. പ്രത്യേകിച്ച് വി അബ്ദുറഹ്മാനെതിരെ മലപ്പുറം ജില്ലയിൽ കൃത്യമായ പ്രതിഷേധം ഇതുമായി ഇനിയും തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വി അബ്ദുറഹ്മാനോട് കായിക വകുപ്പിനോട് പറയാനുള്ളത്, നിങ്ങൾ മെസ്സിയെയും അല്ലെങ്കിൽ അത്തരം വലിയ ലോകോത്തര താരങ്ങളെയൊന്നും ഇവിടെ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ഇങ്ങനെ പ്രതീക്ഷ കൊടുക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കായിക തലമുറയെ വളർത്തിയെടുക്കാൻ അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുക. നാഷണൽ സ്കൂൾ ഗെയിംസ് ഒക്കെ നടക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട റെയിൽവേ ടിക്കറ്റെങ്കിലും നിങ്ങൾ കൃത്യമായി നൽകുക എന്നത് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും മെസ്സി വരില്ല എന്ന കാര്യം യാഥാർത്ഥ്യമായിരിക്കും.